രാജാവിനെ വധിക്കാൻ ഓലയിലെഴുതിയ ഒരു സന്ദേശം ഒരു ചാരൻ പിടിച്ചെടുത്തു. അതു നേരെ അന്നത്തെ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ ശക്തരായ ശത്രുക്കളായിരുന്ന 8 വീട്ടിൽ പിള്ളമാരായിരുന്നു ആ രഹസ്യ സന്ദേശം എഴുതിയത്. ചാരന്മാരുടെ മിടുക്കുകൊണ്ട് അത് പിടിച്ചെടുത്തതോടെ അവർക്കെതിരെ നടപടി കൈക്കൊള്ളുവാൻ രാജാവിന് എളുപ്പമായി. രാജാവിനെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയെല്ലാം നാടുകടത്തിയും തൂക്കിലിട്ടും അദ്ദേഹം ശിക്ഷിച്ച. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ ചാരന്മാർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. തിരുവിതാംകൂറിൽ 18-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവമുണ്ടായത്. കേരള ചരിത്രത്തിലെ മറ്റൊരു ചാരക്കഥയാണ് 1796 ഏപ്രിൽ 11 രാത്രി 300 പേരടങ്ങിയ ഒരു ഇംഗ്ലീഷ് സൈന്യം തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് നേരം വെളുക്കും മുമ്പ് തന്നെ പഴശ്ശിരാജാവിൻ്റെ കോട്ട വളഞ്ഞു. കോട്ടയുടെ മതിൽക്കെട്ടിൽ വിടവുണ്ടാക്കി അവർ അകത്തേക്ക് പാഞ്ഞുകയറി. അന്ന് ഇംഗ്ലീഷുകാരുടെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു പഴശ്ശിരാജാവിനെ പിടികൂടാനായിരുന്നു ജെയിംസ് ഗോർഡൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രഹസ്യ പടനീക്കം. എന്നാൽ കോട്ടയ്ക്കകം മുഴുവനും തെരഞ്ഞിട്ടും രാജാവിനെയോ കുടുംബാംഗങ്ങളെയോ കാണാതെ ഇംഗ്ലീഷ് സൈന്യം അമ്പരന്നു. ഇംഗ്ലീഷുകാരുടെ നീക്കത്തെക്കുറിച്ച് വിശ്വസ്ത ചാരന്മാർ വഴി അറിവ് കിട്ടിയ രാജാവ് തലേ ദിവസം മുമ്പ് തന്നെ കൊടുംവനത്തിനുള്ളിലുള്ള കോട്ടയിലെത്തിയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പഴശ്ശിരാജാവ് ആദ്യം സഹായങ്ങളും സൗഹൃദങ്ങളും നൽകി. എന്നാൽ പിന്നീട് അവരുടെ ദുഷ്പ്രവൃത്തികൾ മൂലം കമ്പനിയുമായി അദ്ദേഹം ഇടഞ്ഞു. സ്വന്തമായി ഭരണം നടത്തുകയും ശക്തരായ സൈന്യത്തെ രാജാവ് ഇംഗ്ലീഷുകാർക്കെതിരെ സജ്ജമാക്കുകയും ചെയ്തു. ഈ സമയത്താണ് രഹസ്യമായി പഴശ്ശിരാജാവിനെ പിടികൂടുവാൻ ഇംഗ്ലീഷുകാർ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അന്നു കാട്ടിലേക്ക് രക്ഷപ്പെട്ട രാജാവ് പിന്നീട് 100-ലേറെ യുദ്ധങ്ങൾ നടത്തി വർഷങ്ങളോളം ഇംഗ്ലീഷുകാർക്കെതിരെ ശക്തമായി പിടിച്ചുനിന്നു. ഒടുവിൽ ഇംഗ്ലീഷുകാരുടെ സ്വാധീന ശക്തിയിൽപ്പെട്ട ചില ചാരന്മാർ പഴശ്ശിരാജാവിൻ്റെ ഗൂഢസങ്കേതം കണ്ടുപിടിച്ചു അറിവ് കൊടുത്തു. തുടർന്നുണ്ടായ ഇംഗ്ലീഷുകാരുടെ ആക്രമണത്തിൽ പരാജയപ്പെട്ട രാജാവ് ആത്മഹത്യ ചെയ്തു.